വാഗമണിലും വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് സംഭവം. ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി സാദിഖിന് കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ഭിന്നശേഷിക്കാരിയായ സഹോദരിയെയും ആക്രമിച്ചു. സംഭവത്തിൽ വാഗമൺ പോലീസ് കേസെടുത്തു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ആഷിഖ്, ഇതെന്താണ് സംഭവം? അജിത്ത്, കഴിഞ്ഞ 24-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈരാറ്റുപേട്ട സ്വദേശികളായ സാദിഖും ഭാര്യയും കുടുംബവും വാഹന സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറ്റായ ദിശയിൽ കാർ ഓടിച്ചു എന്ന് കാണിച്ചാണ് വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമാണ് ഇവർ വാഗമൺ പോലീസിൽ പരാതി നൽകുന്നത്. ആ കേസിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ മേഖലയിലെ റിസോർട്ടുകളിലും മറ്റും തൊഴിലെടുക്കുന്നവരാണ് ഈ കേസിൽ പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പോലീസ് പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കിയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നേരെ അവിടുത്തെ തദ്ദേശീയരായ ആളുകൾ ആക്രമണം നടത്തുന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് ടൂറിസം മേഖലയെ തന്നെയും ബാധിക്കുന്ന നിലയിലിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രി അടക്കം ഈ വിഷയത്തിൽ കർശനമായ നടപടിയെടുക്കും എന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അജിംഷ.